ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവരാനുണ്ട്. നമുക്ക് അനീന കുട്ടിയെ സ്വാഗതം ചെയ്യാം. അനീന ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? ഏത് ക്ലാസ്? അതോർമ്മയില്ല. വീട് എവിടെയാ? കരുവന്നൂര് വീട്, ദുബായ് താമസം. ദുബായിൽ എവിടെയാ താമസം? ദുബായ് കുറച്ച് ദൂരം, അങ്ങോട്ട് പ്ലെയിനിൽ കയറിയിട്ട് പോകണം. ദുബായിൽ കുറച്ച് ദൂരം ഉണ്ട്, പ്ലെയിനിൽ കയറി പോകണം. മോളിന്ന് എന്താ ഇവിടെ ചെയ്യാൻ വന്നേ? പാട്ട് പാടാൻ. ആര് പറഞ്ഞു പാട്ട് പാടാൻ? അമ്മ പറഞ്ഞതാ. അമ്മ പറഞ്ഞിട്ടാണ് കേട്ടോ പാട്ട് പാടാൻ വന്നേക്കുന്നത്. ഏതാ പാട്ട് പാടാൻ പോണേ? ഇളം മഞ്ഞിൻ. ഓക്കെ, അപ്പൊ ഇളം മഞ്ഞിൻ ഇത് ആര് അഭിനയിച്ച പാട്ടാന്നറിയോ? ആര് പാടിയ പാട്ടാന്നറിയോ? ആരും പാടിയിട്ടില്ല. ആരും പാടിയിട്ടില്ല. അപ്പൊ ആദ്യമായിട്ട് പാടാൻ പോണ അനന്യ കുട്ടിയാണോ? ആ ശരി. ആടിയതുണ്ട കാണിച്ചണ്ട മൊത്തം ഈ ഇരിക്കുന്ന ആളിനറിയോ? ആ അതാരാ? എന്റെ പേരെന്താണ്? ആരാ അത്? അറിയില്ല. രാജപ്പൻ. അപ്പുറത്തിരിക്കുന്ന ആള് പ്രഹ്ലാദൻ. അറിയോ? എന്നെ അറിയാമോ? പേരെന്താ? മനോഹരൻ. കുഴപ്പമില്ല, നമുക്ക് പാട്ടിലോട്ട് പോവാം. ഓക്കെ ഓക്കെ. ഇവിടെ വന്നേക്കുന്ന ഏത് സ്ഥലത്തെന്നറിയോ? ഏതാ ഷോ? ഏതാ? കോമഡി ഉത്സവം. സൂപ്പറായി, സൂപ്പർ. എങ്ങനെയുണ്ടായിരുന്നു പാട്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഉഗ്രം കൈയ്യടി കൊടുത്തേ. എന്താ എല്ലാവർക്കും ഇഷ്ടമായി പാട്ട്? അടുത്തൊരു പാട്ടും കൂടി ഉണ്ടോ? ഒന്നുമില്ല, ഈ ഒരു പാട്ടേ ഉള്ളൂ. ഈ പാട്ട് ആരാ പഠിപ്പിച്ചേ? അമ്മ. അമ്മയാണോ പഠിപ്പിച്ചേ? എന്നാ പിന്നെ അമ്മയും കൂടി ഇങ്ങോട്ടൊന്ന് വിളിക്കണ്ടേ? അല്ലേ? അമ്മയും കൂടി വിളിക്കട്ടെ. അമ്മയുടെ പേരെന്താ? പ്രിയങ്ക. അപ്പൊ പ്രിയങ്ക അമ്മേ ഒന്ന് വരൂ, മുമ്പോട്ട് വരൂ. വീട്ടില് പഠിപ്പിക്കുന്നതാണോ പാട്ട്? അതല്ലേ, അവൾക്ക് താല്പര്യം. നല്ല താല്പര്യമുണ്ട്. കണ്ടൊക്കെ അറിയല്ലോ നമുക്ക് പാടുന്ന കേൾക്കാറ്. ചേട്ടാ അനീന. ഹായ്. ഹായ്. 4 വയസ്സിൽ ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ ഈ ശ്രുതി ചേർത്ത് താളത്തോടുകൂടി പാടുന്നത്. എനിക്ക് തോന്നുന്നു ഏതോ ഒരു ജന്മത്തിലൊരു ഗായികയുടെ പുനർജന്മം ഇരിക്കും അത്. യാതൊരു സംശയമില്ല. ഈ സംഗീതത്തിന് വേണ്ടിയിട്ട് ജനിച്ചിരിക്കുന്ന ഒരു കുട്ടിയത് നമുക്ക് അടുത്ത് തന്നെ കേൾക്കാൻ സാധിക്കും. ഒരു പ്രശസ്ത ഗായികയായി മാറി എന്നുള്ളത് അതിൽ യാതൊരു സംശയമില്ല. ഉറപ്പായിട്ടും ഇവള് സംഗീതത്തിന് വേണ്ടിയിട്ട് ജന്മം എടുത്തിരിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ സംഗീതം എന്ന് തന്നെയാണ് പേരിടേണ്ടത് ഈ കൊച്ചിന്. ഓൾ ദി ബെസ്റ്റ് അനീന. പ്രഹ്ലാദനങ്ങളുടെ അടുത്ത് ചോദിക്കാൻ കേട്ടോ. പ്രഹ്ലാദനങ്ങൾ. അനീനക്കുട്ടി സൂപ്പറായിരുന്നു കേട്ടോ. ഒരു നല്ല ഗൈഡ് തരിക കേട്ടോ. സൂപ്പർ. പ്രിയങ്ക എന്തായാലും ആ മനസ്സിന് കേട്ടോ. കാര്യം അവള് അങ്ങനെ പാട്ട് പാടും, അത് കഴിവ് കണ്ടെത്തി അവളെ പഠിപ്പിക്കാൻ ഒരു മനസ്സ് കാണിക്കുക. പിന്നെ അവിടെ ദുബായിൽ നിന്നല്ലേ ഇതിനു വേണ്ടി കൊണ്ടുവന്നല്ലേ? കാര്യം നമ്മൾ ഈ പഠിപ്പിച്ച പാട്ട് പാടുന്നതും അതല്ലാതെ ഒരു വ്യത്യാസങ്ങളുണ്ട്. കാര്യം അവള് ലയിച്ചാണ് പാടുന്നത്. അവളെ കറക്റ്റ് സ്ഥലത്ത് തന്നെ തുടങ്ങുക, വേറെ ഒരു ടെൻഷനും ഇല്ലാതെ അവള് പാടി തുടങ്ങിയെന്നുള്ളതാണ്. ഒരു നല്ല പാട്ടുകാരിയാകും, യാതൊരു സംശയമില്ല. അപ്പൊ അനീന അടിപൊളി. അപ്പൊ അനീനയ്ക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഇത് സെബോളിന്റെ ഗ്ലിസറിൻ ബോഡി ലോഷൻ. ഇത് അമ്മയ്ക്ക് കേട്ടാ. കൊടുത്തു. അച്ഛന്റെ പേരെന്താ? അച്ഛന്റെ പേരെന്താ? അനൂപ്. എന്നാ അനൂപ് അച്ഛന് ഈ ഷർട്ട് കേട്ടാ. എന്തായാലും വലിയ സന്തോഷം വന്നതിന്, പാടിയതിന് കേട്ടോ പ്രിയങ്ക. എല്ലാവരും നല്ലൊരു കേടി കൊടുക്കും. താങ്ക് യു. ഇത് അച്ഛനോട്ട് കൊടുക്കണം കേട്ടാ. പോയിക്കോ, അങ്ങോട്ട് പോവാം. വാ, അങ്ങോട്ട് പോവാം.